ഇപ്പം ദർശനയിലേക്കായിരുന്നു റോഷനിലേക്കാണോ ഒരുമിച്ചാണോ നിങ്ങളിലേക്ക് ഈ സിനിമ എത്തിയത്? റോഷനാണ് ആദ്യം ഈ പ്രോജക്റ്റിലേക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ കേൾക്കുന്നുണ്ട് റോഷൻ രാജീവേട്ടനുള്ള ഒരു പ്രോജക്റ്റ്, ഇതിൻ്റെ ഒരു ബേസിക് ഒരു പരിപാടിയൊക്കെ ഞാൻ കേട്ടിരുന്നു. അപ്പം തന്നെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഈ പ്രോജക്റ്റ് നടക്കണം, അങ്ങനത്തെ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഒരു കാസ്റ്റിംഗ് ചോയ്സസ് ഒക്കെ അങ്ങനെ ഓഡിഷൻ നടക്കുന്നുണ്ട്, ഫീമെയിൽ ക്യാരക്ടേഴ്സ്. പിന്നെ ഒരു റീകൺസിഡറേഷൻ പോലെ വന്ന സമയത്താണ് എന്നിലേക്ക് എത്തുന്നത്. ദർശന എന്തായിരിക്കും പാരഡൈസിൽ എക്സൈറ്റ് ചെയ്യിച്ച ഒരു ഫാക്ടർ ഉണ്ടായിരുന്നു? എനിക്ക് പല കാര്യങ്ങളായിരുന്നു. ഇതൊന്നും അറിയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചില പടങ്ങൾക്ക് എന്തായാലും ചെയ്യണം, അത് നല്ലതായിരിക്കുമല്ലോ, ഇങ്ങനത്തെ ആൾക്കാരൊക്കെയാണല്ലോ ഉണ്ടാക്കുന്നതും വരുന്നതും ഒരുമിച്ച്. അങ്ങനെ ഓൾറെഡി കഥ വായിക്കുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു നല്ലതാവുമല്ലോ എന്നുള്ളൊരു ഫീലിങ്ങിലാണ് കഥ വായിക്കുന്നത്. കഥ വെരി ക്വിക്ക്ലി എനിക്കൊരു ഹുക്ക് കിട്ടി. ഇമോഷണലി എനിക്ക് ഈ ക്യാരക്ടർ പ്ലേ ചെയ്യാനുള്ളതും അതിൽ പറഞ്ഞു വെച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ എന്നെ മൂവ് ചെയ്തു ഭയങ്കരമായിട്ട്. പിന്നെ അതൊന്നുമല്ലാതെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഈ ക്യാരക്ടർ പ്ലേ ചെയ്യാൻ എന്ന് തോന്നി. ബിക്കോസ് ഈ ക്യാരക്ടർ അമൃത എന്ന് പറയുന്ന കുട്ടി, ഷീസ് ഗോയിങ് ത്രൂ മെനി തിങ്സ്. ഈ ജേർണിയിൽ നടക്കുന്ന പല പല സംഭവങ്ങളുണ്ട്, പക്ഷെ സംസാരിക്കുന്നത് വളരെ കുറച്ചാണ്. അപ്പോൾ ഈ നടന്ന സംഭവങ്ങളും അതിനോട് എങ്ങനെ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതൊക്കെ വാക്കുകൾ കൂടെ അല്ല ഓഡിയൻസ് അറിയുന്നതും, അമൃതയുടെ ഇമോഷൻസ് അറിയുന്നത്, അമൃതേനെ അറിയുന്നതും വാക്കുകളിൽ കൂടെ അല്ല. അപ്പോൾ അതെനിക്കൊരു നല്ല സ്പേസ്, ചാലഞ്ചിങ് ആസ് എൻ ആക്ടറാണെന്ന് തോന്നി. അങ്ങനെയൊക്കെയാണ് ഞാൻ യെസ് പറഞ്ഞത്. പറഞ്ഞു കേട്ടിട്ടുണ്ട് ചില സിനിമകൾ കഴിഞ്ഞാലും ചില കഥാപാത്രങ്ങൾ നമ്മളെ വിട്ടു പോകില്ല എന്നുള്ളത്. അപ്പോൾ എങ്ങനെയായിരുന്നു ഇതിലെ അമ്മുവും കേശവും എങ്ങനെയായിരുന്നു? എനിക്ക് ഭയങ്കര എന്താ പറയുക, റിലേറ്റബിൾ ആയിട്ട് തോന്നി പല സ്പേസസിലും. എനിക്ക് അത് എൻറ്റർ ചെയ്യാൻ അത്ര ബുദ്ധിമുട്ടല്ലാത്ത, മീൻസ് ഇൻ ടേംസ് ഓഫ് ഇമോഷൻസ്, ഈ കുട്ടി എങ്ങനെയാണ്, അങ്ങനത്തെ പല എന്നെ പോലെ കുറേ സ്ഥാനങ്ങൾ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പടത്തിൽ ഈ ക്യാരക്ടറിൽ. അപ്പോൾ എനിക്കത് ഇറ്റ് വാസ് റിയലി നൈസ് ടു അത് പോർട്രേ ചെയ്യാൻ പറ്റിയത്. ഇത് മുഴുവൻ പറയാൻ പറ്റാത്തതിൻ്റെ ഒരു ഇതിൽ ഈ പടത്തിൻ്റെ ആ ജേർണിയിൽ ഐ തിങ്ക് എനിക്ക് അങ്ങനെ അതിൽ നിന്ന് ഇറങ്ങി വരാനുള്ള ബുദ്ധിമുട്ട് അങ്ങനെ തോന്നിയിട്ടില്ല. ഞാൻ നോർമലി പടം കഴിഞ്ഞാൽ അത് നമുക്ക് മനസ്സിലെപ്പോഴും ഉണ്ടാവും, പക്ഷെ എൻ്റെ ഉള്ളിൽ നിന്ന് അങ്ങനെയൊന്നുമില്ല. സംവിധാനം ചെയ്യും, എഴുതും, നന്നായിട്ട് വായിക്കും, അഭിനയിക്കും. അപ്പം സംവിധാനം സംവിധാനം ചെയ്യുന്ന റോഷനെയാണോ അതോ ആ അഭിനയിക്കുന്ന റോഷനെയാണോ സുഹൃത്തായ ദർശനയ്ക്ക് കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്? ഇതെല്ലാം റോഷനാണല്ലോ. എനിക്ക് ഐ ലവ് ദാറ്റ് ഇത്രയും ഇതെല്ലാം ഭയങ്കര നന്നായി ചെയ്യുന്ന ഒരാളാണ്. ആൻഡ് ഓരോ പ്രാവശ്യം അതിലേക്ക് ഇപ്പോൾ ഐ ഹാഡ് luck of being directed also by him, and അതെനിക്ക് ഭയങ്കര ഹെൽപ്പ് ചെയ്തൊരു കാര്യമാണ് ആ ജേർണി. ആസ് എ ഡയറക്ടർ he has helped me a lot. ആസ് എ ആക്ടർ, co-actor also എനിക്ക് ഭയങ്കര എന്താ പറയുക, എനിക്കും പേഴ്സണലി ഭയങ്കര യൂസ്ഫുൾ. സെൽഫിഷ്ലി ഇതൊന്നും അല്ലാതെ വാച്ചിങ് ഹിം ഡിറക്റ്റ് ഭയങ്കര ഈ ഡ്രൈവിങ് പറഞ്ഞ പോലെ തന്നെ ഡയറക്റ്റ് ചെയ്യുമ്പോൾ ഹീസ് എന്താ പറയുക, ചാടി മറ്റേ ബഹളം, ഒരു കാര്യം ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നത് കാണാൻ രസമാണല്ലോ. അതെന്നെ എനിക്ക് ഡയറക്റ്റ് ചെയ്യുമ്പോഴും തോന്നിയിട്ടുണ്ട്, അഭിനയിക്കുന്നത് കാണുമ്പോഴും തോന്നിയിട്ടുണ്ട്. സോ ഇറ്റ്സ് ഗ്രേറ്റ് ആസ് എ ഫ്രണ്ട് ടു സീ ഹിം ഡു തിങ്സ് ഹി ലൈക്സ്. ഇപ്പം ഈ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാകുമ്പോൾ നമുക്ക് അഭിനയിക്കുമ്പോൾ ഒരു ഗിവ് ആൻഡ് ടേക്ക് അങ്ങനത്തെ ഒരു കാര്യം നടക്കാറുണ്ടോ നിങ്ങളുടെ ഇടയിൽ? എപ്പോഴും അതെ. ഇത് ഐ തിങ്ക് എല്ലാ ആക്ടേഴ്സുമായിട്ടും മനസ്സിലാവുമായിരിക്കും മറ്റേയാൾ എന്തായിരിക്കും ഒരു നമുക്ക് നേരത്തെ ഒരു കംഫർട്ടബിൾ ഇക്വേഷൻ ഉള്ള ഒരാളായതിന്റെ എല്ലാ കംഫർട്ടും ഒരു സീൻ ചെയ്യുമ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. ഡെഫിനറ്റ്ലി ഗിവ് ആൻഡ് ടേക്ക് പിന്നെ ഏത് നല്ല ആക്ടേഴ്സ് ആണെങ്കിലും, അതെ ആക്ടേഴ്സ് ആണെങ്കിൽ അതുണ്ടാവും.